ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മലപ്പുറം ജില്ലയിൽ മരിച്ച യുവാവിന് നിപ്പ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച 24-കാരന് നിപ്പ വൈറസ് സ്ഥിരീകരിക്കുകയായിരുന്നു. യുവാവ് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അയച്ചത്. ഈ പരിശോധനാ ഫലം പോസിറ്റീവായി. പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചു. ഇതുവരെ 151 പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത്. ആശുപത്രിയിൽ മരണമടഞ്ഞ 24 വയസ്സുകാരനാണ് നിപ്പ വൈറസ് രോഗബാധ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത്. മരണശേഷം പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രാദേശിക മെഡിക്കൽ ഓഫീസർ നടത്തിയ ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് ഈ ഒരു സംശയം രൂപപ്പെട്ടത്. സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് സാമ്പിൾ എടുത്ത് പരിശോധിച്ചതിൽ നിന്നാണ് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധന ഫലം പോസിറ്റീവായിരുന്നു. അപ്പോൾ തന്നെ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും അതോടൊപ്പം തന്നെ 16 കമ്മിറ്റികൾ സ്റ്റേറ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് രൂപീകരിക്കുകയും കോൺടാക്ട് ട്രേസിംഗ് ആരംഭിക്കുകയും ചെയ്തിരുന്നു. ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയാണ് ഈ യുവാവ്. സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, അതോടൊപ്പം തന്നെ പോയിട്ടുള്ള ഇടങ്ങൾ എല്ലാം തന്നെ ട്രേസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ആളുകളെ, ഏറ്റവും അടുത്ത സമ്പർക്കത്തിൽപ്പെട്ടവരെയും സെക്കൻഡറി കോൺടാക്ട്സിനെയും ഒക്കെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതുവരെ 151 പേരാണ് പ്രൈമറി കോൺടാക്ട്സിലുള്ളത്. അതിൽ 5 പേർക്ക് ചെറിയ പനി ലക്ഷണങ്ങളും ഉണ്ട്. ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം രോഗവ്യാപനമില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മതലമായിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത്. കോൺടാക്ട് ട്രേസിംഗിന്റെ അടിസ്ഥാനത്തിലുള്ള റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കും. 4 സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾ, ഒരു ക്ലിനിക് ഉൾപ്പെടെയുള്ളവ അവിടെയാണ് പോയിട്ടുള്ളത്. അതോടൊപ്പം 2 വൈദ്യശാലകളിൽ പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുമ്പോൾ എവിടെയെങ്കിലും ആ സമയത്ത്, അതിനു മുൻപോ അതിനുശേഷമോ അതിൽ പ്രസക്തി ഇല്ല, പക്ഷെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ഉണ്ടെങ്കിൽ ദയവായി ആരോഗ്യ വകുപ്പിനെ ഇക്കാര്യം അറിയിക്കണമെന്നുള്ളത് കൂടി അഭ്യർത്ഥിക്കുകയാണ്. നിപ്പ സ്ഥിരീകരിച്ചതോടെ തിരുവാലി പഞ്ചായത്തിൽ മാസ്ക് നിർബന്ധമാക്കി. സമ്പർക്ക പട്ടികയിലുള്ള 151 പേരിൽ രോഗലക്ഷണങ്ങളുള്ള 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പരിശോധനയ്ക്കായി അയച്ചു. പനി ബാധിച്ചവരെ കണ്ടെത്താനായി പഞ്ചായത്തിൽ നാളെ മുതൽ സർവേക്ക് തുടക്കമാകും. CB അനുമോദ് ചേരുന്നു വിവരങ്ങളുമായി. അനുമോദ്, അപ്രതീക്ഷിതമായിരുന്നു ഇത്തരത്തിലുള്ളൊരു സ്ഥിരീകരണ വാർത്ത. അത് ഓണദിനത്തിൽ മലയാളികളെ സംബന്ധിച്ച് എന്തൊക്കെ ഒരുക്കങ്ങൾ നടക്കുന്നു അവിടെ? ഇത് 2 മാസത്തിനിടെ 2ാം തവണയാണ് മലപ്പുറം ജില്ലയിൽ നിപ്പ സ്ഥിരീകരിക്കുന്നത്. ഇത്തവണത്തേത് തിരുവാലി പഞ്ചായത്തിലെ നടുവത്തിൽ നിന്നുള്ള യുവാവിനാണ് നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ യുവാവ് തിങ്കളാഴ്ച മരിച്ചിരുന്നു. മരണശേഷമാണ് ഇദ്ദേഹത്തിന്റെ പരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഇദ്ദേഹം ബാംഗ്ലൂരിലാണ് പഠിച്ചിരുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് വെള്ളിയാഴ്ചയാണ് എത്തിയത്. വെള്ളിയാഴ്ച തുടർന്ന് 4 ദിവസമാണ് അദ്ദേഹം ഇവിടെ ഉണ്ടായിട്ടുള്ളത് ചികിത്സകളിലായിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കോൺടാക്ട് ട്രേസിംഗ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ടുള്ളത്. 151ഓളം പേരെ ഇതിനോടകം തന്നെ ഈ ഒരു സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ 5 പേർക്ക് പനിയടക്കമുള്ള ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ട് ഐസൊലേഷനിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ രോഗം ബാധിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു വെല്ലുവിളി. കാരണം ബാംഗ്ലൂരിലാണ് അദ്ദേഹം കുറച്ചു കാലമായിട്ട് ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ ഉറവിടം സംസ്ഥാനത്തിന് പുറത്താണ് എന്നാണ് പ്രാഥമികമായിട്ട് കണ്ടെത്തുന്നത്. അതിനു പുറമെ അദ്ദേഹം യാത്രകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇദ്ദേഹത്തിനുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വീട്ടുകാർക്കോ ആശുപത്രി അധികൃതർക്കോ ഒന്നും സാധിച്ചിട്ടില്ല. അത് ഒരു വലിയ വെല്ലുവിളിയായിട്ടുണ്ട്. ഇപ്പോൾ സുഹൃത്തുക്കളുടെ സഹായത്തോടെയും ബന്ധുക്കളുടെ സഹായത്തോടെയൊക്കെയാണ് ഈ സമ്പർക്ക പട്ടികയും റൂട്ട് മാപ്പും ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം ഈ ഒരു സമ്പർക്ക പട്ടിക തയ്യാറാക്കി റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. തിരുവാലി പഞ്ചായത്തിൽ. അനുമതി, ഒരു നിമിഷം തുടരുക.